സാറേ സാറേ ചതി പറ്റി സാറേ. എന്നതാടാ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങല്ലേ? ഇനി വരണ്ട സാറേ. കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾ ഇഞ്ചപ്പാറ കാത്തു നിൽക്കുമ്പോ സത്യമായിട്ട് ഞങ്ങളുടെ തെറ്റല്ല സാറേ. കാര്യം പറയടോ. കൊച്ചിനെ കരുമം പിടിച്ചോണ്ട് പോയി. എടോ നായേ, എന്റെ കൊച്ചിനെ വെച്ച് പിന്നെ കളിക്കുന്നോടോ? കൊല്ലുന്നില്ല ഞാൻ. കരുമനും നീയും കൂടെ ഉള്ള ഒത്തുകളിയാണെങ്കിൽ രണ്ടിനെയും വെട്ടി നുറുക്കും ഞാൻ. എന്റെ പൊന്ന് സാറേ, കരുമന് ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ രാജപ്പന്റെ കഴുത്തെറ്റ് താഴെ വീഴേണ്ടതായിരുന്നു. തലനാരിടയ്ക്ക് ആ വെട്ടുകത്തിന്ന് രക്ഷപ്പെട്ടത്. കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി സാറേ. സാറ് തന്നെ എന്ന് കൊച്ചിനെ ഇറങ്ങി പോടാ അവിടെ. പോവാൻ എന്നതാ ഇവിടെ? എന്താ രുചി പ്രശ്നം? പോയില്ലേ? ടീന, ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴേക്കും ആ തുരുമ്പ് തമ്മി ഇങ്ങോട്ട് വന്നു. നമ്മുടെ മോനെ കരുമ പിന്നെ പിടിച്ചോണ്ട് പോയി അയാളുടെ കയ്യിൽ നിന്ന്. അയ്യോ, എങ്കിൽ പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്ക്. ഇതൊക്കെ അയാളുടെ തട്ടിപ്പാന്നാ എനിക്ക് തോന്നുന്നേ. പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ ആ കൊച്ചു കാട്ടിൽ വെച്ച് തന്നെ മരിച്ചിരിക്കാനാ സാധ്യത. കേറി പോടി അകത്ത്. അഭിപ്രായം ചോദിക്കാൻ നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല. കേറി പോവാൻ. എന്താ കിട്ടിയില്ലേ? ഓഫ് ചെയ്തിട്ടിരിക്കുക. എങ്ങോട്ടാ വിളിക്കുന്നേ? സെലീനയുടെ മൊബൈലില്. അവളെ വിളിച്ചു പറഞ്ഞാലേ പോലീസ് സഹായം കിട്ടത്തുള്ളൂ. SP ഓഫീസിലേക്ക് വിളിക്ക്. ഹലോ, SP ഓഫീസ് അല്ലേ? എന്നതാടാ ഇത്? അപ്പനെ പോലെ നിന്റെ തല തിരിഞ്ഞു പോയോ? അവള് നമ്മളെ ചതിച്ചു കളഞ്ഞ അമ്മച്ചി. ചതിക്കാനോ? ആര്? ആ മാത്യൂസിന്റെ ഭാര്യയോ? അല്ല, സെലീന. കാര്യം തെളിച്ചു പറ മോനെ. അമ്മച്ചിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്റെ മോനെ പോലീസിന്റെ കൈ കിട്ടിയ അമ്മച്ചി. എന്നിട്ട് പരാതിക്കാരനായ എന്നെ ഒരു വിവരം പോലും അറിയിക്കാതെ അവള് മോനെ കോടതി ഹാജരാക്കി. ഓ, അത്രേ ഉള്ളോ? നിന്റെ പടുതി കണ്ടിട്ട് ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. അമ്മച്ചിക്ക് നിസ്സാരമാ, എനിക്കറിയാം. അവനെ ഈ വീട്ടിൽ കയറ്റുന്ന അമ്മച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. അതിന്റെ കാരണമൊക്കെ 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നാത്തിനാ? അപ്പച്ചൻ പറഞ്ഞ അമ്മച്ചിയും കേട്ടതല്ലേ, കുഴിയിലോട്ട് മണ്ണ് വാരിയിടാൻ അടുത്ത തലമുറ ഇല്ലാത്തതിന്റെ വിഷമം. തലമുറ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നേ? വല്ലവനും പറഞ്ഞ കൊച്ചിനെ കേസും തല്ലും കൂടി ഇവിടെ പിടിച്ചു നിർത്തിയാ അതെങ്ങനെ തെങ്ങുമൂട്ടിലെ പരമ്പരയാകുന്നേ? ഞാനോ നിന്റെ അപ്പനോ ചത്ത ആ ചെക്കനെ കൊണ്ട് മണ്ണ് വാരി ഇടിച്ചേക്കരുത്, പറഞ്ഞേക്കാം. ഒരു പെണ്ണ് കെട്ടി കുടുംബം ഉണ്ടാക്കുന്നതിന് പകരം കോടതി ആ കൊച്ചിനെ എങ്ങോട്ടെങ്കിലും നാട് കടത്തിയാ മതിയായിരുന്നു. ആ, അമ്മച്ചിയുടെ ആശ പോലാനാ നടക്കുന്നേ. കുഞ്ഞിന്റെ കാര്യത്തിൽ അവകാശ തർക്കമുണ്ടെന്ന് സെലീന കോടതിയിൽ മൊഴി കൊടുത്തു. എങ്കിൽ തർക്കം തീരുമാനമാവുന്നവരെ മോനെ ശിശു സംരക്ഷണ സമിതിയിൽ ഏൽപ്പിക്കാനാ കോടതി ഉത്തരവിട്ടെ. എനിക്കിതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഈ ജന്മത്തിൽ നിന്റെ കൊച്ചിനെ മടിയിലിരുത്തി ലാളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതകാലം മുഴുവൻ നിന്റെ അപ്പൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്ത് മനസ്സിൽ നടുക്കവും കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോ നെഞ്ചിൽ നിറയെ കണ്ണീരായി. ഇനിയിപ്പൊ ചാകണം വരെ അമ്മച്ചിക്ക് അത് തന്നെയായിരിക്കും വിധിച്ചേക്കുന്നത്. അമ്മച്ചി ഒന്ന് അവിടെ നിന്നേ. ഞാനാണോ അമ്മച്ചിയുടെ കണ്ണീരിന് മുഴുവൻ കാരണക്കാരൻ? എന്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്ത ആരാ? ഞാനാണോ? കുറ്റപ്പെടുത്തിയിട്ട് അമ്മച്ചി അങ്ങ് തിരിച്ചു നടന്നല്ലോ. ഇതുപോലെ തിരിഞ്ഞു നടന്നതാ എന്റെ മനസ്സിന് സന്തോഷം വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് സെലീനയും ബുദ്ധിസ്ഥിരതയില്ലാത്ത സോഫിയാന്റെയും കുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ 2 കൈ നീട്ടി അപ്പച്ചനും അമ്മച്ചിയും സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ ചിത്രം തന്നെ മാറിയെന്നെ. അന്ന് ഇറക്കി വിട്ടില്ല ഞങ്ങളെ. ആ കൂട്ടത്തിൽ മനസ്സിൽ നിന്ന് സന്തോഷം ഇറങ്ങിപ്പോയതാ, പിന്നെ തിരിച്ചു കയറിയിട്ടില്ല. നിന്റെ വിഷമം എനിക്കറിയത്തില്ലയോ? ഇത്രയും നാളും ഏതിനും എന്തിനും ഉടക്കു പറയാൻ നിന്റെ അപ്പച്ചനുണ്ടായിരുന്നു. ഇപ്പൊ ബുദ്ധിസ്ഥിരത ഇല്ലാണ്ട് കുഞ്ഞുങ്ങളെ പോലെ നടക്കുമല്ലയോ? അപ്പച്ചന്റെ എന്റെയും കാലം കഴിഞ്ഞതാ. ഇനി നീയെങ്കിലും ഈ കുരുക്കിന്ന് രക്ഷപ്പെടണം. ഈ സ്വത്തുക്കളൊക്കെ വിറ്റ കാശ് മുഴുവൻ കൊണ്ട് എന്റെ മോൻ വേറെ ഏതെങ്കിലും നല്ല മനുഷ്യർ താമസിക്കുന്ന നാട്ടിൽ പോയി ജീവിക്കാൻ നോക്ക്. നിനക്കിണങ്ങുന്ന പെണ്ണിനെയും കെട്ടി നല്ലൊരു കുടുംബജീവിതം തുടങ്ങ്. അമ്മച്ചി എന്തൊക്കെയാ പറയുന്നേ? അമ്മച്ചി വിട്ട് ഞാൻ പോവാനോ? പോണം, പോയേ പറ്റൂ.
അപ്പച്ചൻ എന്തെങ്കിലും സംഭവിച്ച കൊള്ളക്കാരനും കൊലപാതകയൊക്കെ ആയിരിക്കും എന്റെ കെട്ടിയോ. പക്ഷെ ആ വരുതിയിലല്ലാതെ നിന്റെ അമ്മച്ചി ഇന്നേ വരെ ജീവിച്ചിട്ടില്ല. നിഴല് പോലെ അധികം എന്റെ പിന്നാലെ നടക്കാൻ മാത്രമേ ഈ അമ്മച്ചിക്ക് അറിയൂ. ആ മനുഷ്യന്റെ ജീവൻ എടുത്ത ആ നിമിഷം ഈ അമ്മച്ചി ചത്തുപോകും. നമസ്കാരം. ഉം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഇരിക്കാവോ? പിന്നെന്താ? ഓ. എന്താ കാര്യം? ആ കിട്ടുണ്ണി വൈദ്യരെ കൊന്ന കേസിൽ വല്ല പുരോഗതി ഉണ്ടായോ? പറയാൻ വന്നിട്ട് ഇങ്ങോട്ട് ചോദ്യമാണോ ചോദിക്കുന്നത്? അയ്യോ, അങ്ങനല്ല. ആ കേസിൽ പ്രതിയെ പിടിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അച്ചായൻ കാര്യം പെട്ടെന്ന് പറഞ്ഞാട്ടെ. ആ കിട്ടുണ്ണി വൈദ്യരെ കൊന്നത് ബോബനാ. ചുമ്മാ കളിതമാശ പറയാനുള്ള സ്ഥലമാണ് SP ഓഫീസ് എന്ന് കരുതിയോ? പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റ. പിടിച്ചകത്തിടും ഞാൻ. ഇതൊന്ന് നോക്കിയാട്ടെ. ഇതെങ്ങനെയാ അച്ചായന്റെ കയ്യിൽ വന്നേ? ഞാൻ എന്റെ മൊബൈൽ ഫോണിലെ ക്യാമറയിൽ എടുത്തതാ. എവിടുന്ന് പ്രിന്റ് എടുത്തു? സ്റ്റുഡിയോന്ന്. അവര് ചോദിച്ചില്ലേ എന്താ ഇതെന്ന്? ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു നാടകത്തിലെ രംഗമാണെന്ന്. ഏത് ഫോണിലാ ഇതെടുത്തേ? കണ്ടേ. ഇനി ഫോട്ടോയ്ക്ക് പിന്നിലുള്ള കഥ പറഞ്ഞാട്ടെ. അങ്ങനെ കഥയൊന്നുമില്ല. ഫിലിപ്പോസ് അച്ചായനോട് ഏതാണ്ട് മോശമായിട്ട് പെരുമാറിയപ്പോ ബോബൻ കിട്ടുണ്ണി വൈദ്യരെ ഒന്ന് തല്ലി. വൈദ്യര് തിരിച്ചു തല്ലിയപ്പോ കലിമൂത്ത ബോബൻ വൈദ്യരുടെ നേരിയത് കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് തുരുതുരാ ഇടിയായിരുന്നു. തോർത്ത് കൊരവള്ളിയിലമർന്ന് വൈദ്യര് പിടഞ്ഞപ്പോ ബോബൻ ഇങ്ങോട്ട് തിരിച്ചു തല്ലാനാണെന്നോർത്ത് കൂടുതൽ അങ്ങോട്ട് ഇറുക്കി. ഒടുക്കം വൈദ്യര് ചത്ത് വീണപ്പോഴാ ബോബന് ബോധോദയുണ്ടായേ. അച്ചായൻ എന്നിട്ട് ഇതെല്ലാം മിണ്ടാതെ കണ്ടു നിന്നു. അയ്യോ, ഞാനവിടെ ഉണ്ടായിരുന്നില്ല. വൈദ്യരുടെ ശവം കൊണ്ട് കളയാൻ വേണ്ടി എന്നെ കൂട്ടുപിടിച്ചപ്പോ ബോബൻ തന്നെ പറഞ്ഞതാ ഇതൊക്കെ. രാത്രിയില് ശവം വണ്ടി കയറ്റാൻ ഒന്ന് സഹായിച്ചെന്നുള്ള കുറ്റം ഞാനും ചെയ്തിട്ടുണ്ട്. ഗതികേട് കൊണ്ടാ. കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ആ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാനാ ബോബൻ കാണാതെ ഞാൻ ഈ ഫോട്ടോ എടുത്തേ. ഓക്കെ. അല്ല, നിങ്ങൾ വലിയ കൂട്ടായിരുന്നല്ലോ. ഇപ്പോഴെങ്ങനെ പെട്ടെന്ന് ശത്രുവായത്? ഞാനില്ലാത്ത നേരം നോക്കി എന്റെ ഭാര്യയെ ബോബൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ചെയ്യാവോ എന്നടത്? അപ്പനും മോനും വേണ്ടി ജീവിതകാലം മുഴുവൻ പട്ടിയെപ്പോലെ ഓടി നടന്നിട്ട് അവസാനം ഇതാ എനിക്ക് കൂലി കിട്ടിയത്. അങ്ങനെ അങ്ങ് മാത്യൂസ് വിടത്തില്ല. ഏത് കോടതിയിലും ഞാൻ പറയും വൈദ്യരെ കൊന്നത് ബോബനാണെന്ന്. അപ്പൊ ശരി മേഡം, കാണാം. ബോബനില്ലേ ഇവിടെ? ഇല്ല. എന്നതാ മോളെ കാര്യം? കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാലോ. അമ്മച്ചിക്കും അറിയാം. അറിഞ്ഞുകൊണ്ടൊരു കൊലപാതക രഹസ്യം മൂടി വെക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്. അത് മോളെ എന്നതാ? അമ്മച്ചി ചുമ്മാ ഉരുണ്ട് കളിക്കണ്ട. മാത്യൂസ് തെളിവ് സഹിതം സകല കാര്യങ്ങളും എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബോബന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കിട്ടുണ്ണി വൈദ്യരെ കൊന്നതിനും മൃതദേഹം വഴിവെക്കലിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും ബോബനെ അറസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നേ. ആളിവിടുണ്ടെങ്കിൽ വിളിക്കണം. എന്നതാ കൊച്ചേ കാര്യം? അവൻ ട്രെയിനെ കയറ്റിവിട്ട പെട്ടി പോലീസ് കണ്ടെടുത്തു. പെട്ടിയോ? ഏത് പെട്ടി? എന്റെ ചായ ഒന്നും മിണ്ടാതിരിക്കേ. നീ മിണ്ടാതിരിക്കടി എന്നാമേ. പോലീസ് ഒന്ന് ചോദിക്കുമ്പോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടായോ? പറയണം. ഏത് പെട്ടിയുടെ കാര്യോ?
അങ്ങ് ഡൽഹി വരെ പോണ ട്രെയിനെ കയറ്റി വിട്ട പെട്ടിയുടെ കാര്യമാ. ബോബന്റെ മൂന്നാമത്തെ ഭാര്യയെ അവൻ വെട്ടിഞ്ഞുറുക്കി ഒരു പെട്ടിയിലാക്കി ട്രെയിനെ കയറ്റി വിട്ടു. അങ്ങനാവുമ്പോ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. ആ ബുദ്ധി ഞാനാ അവന് ഉപദേശിച്ചു കൊടുത്തേ. ഇത് ഞാൻ ഭ്രാന്ത് പറയാ മോളെ. ആ മാത്യൂസിന്റെ ഭാര്യ ബോബന്റെ മൂന്നാം ഭാര്യയാന്ന് വിശ്വസിച്ച് നടക്കുക. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇതും പറഞ്ഞുകൊണ്ട് നടക്കുക. അന്ന് അന്ന് അങ്ങനെ തന്നെയാ. അമ്മച്ചി ബോബനെ വിളിക്കുന്നുണ്ടോ? അവനെ ഒന്നും ചെയ്യരുത്. അവൻ നിരപരാധിയാ. അപ്പച്ചനെ രക്ഷിക്കാൻ വേണ്ടി മാത്യൂസിന് കൂട്ടുനിന്നൊരു കുറ്റേ അവൻ ചെയ്തിട്ടുള്ളൂ. അമ്മച്ചി പറയുന്നത് സത്യമാണോ? തമ്പുരാനാണ് എല്ലാം സത്യാ മോളെ. തലയ്ക്ക് വെളിവില്ലാണ്ട് ഇച്ചായൻ പറയുന്നതൊക്കെ അബദ്ധ. എന്റെ ഇച്ചായനെ എങ്ങനെയെങ്കിലും മോള് രക്ഷിക്കണം. കൊലപാതകം നടത്തിയ ആളെ രക്ഷിക്കാൻ ഈ രാജ്യത്ത് ഒരാൾക്കും അവകാശമില്ലല്ലോ അമ്മച്ചി. ഫ്രാൻസിസ്, ടേക്ക് ഹിം ഇൻടു കസ്റ്റഡി. സർ. എഴുന്നേറ്റ്. നീരേറ്റ് അനന്തനെ കൊന്ന കേസിലാന്നോ എന്നെ പിടിച്ചോണ്ട് പോകുന്നേ? ഞാൻ പറഞ്ഞതല്ലോടി അന്നാമേ, അവസാനം എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. സെലീനെ, അനന്തനെ ചുട്ടുകൊന്നിട്ടും താൻ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. മിടുക്കിയാ കേട്ടോ. നടക്കണോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവരെന്നെ കൊണ്ടുപോയി തൂക്കിലിടും. എന്റെ കഴുത്തെ കയറ് മുറുകുമ്പോ അന്നാമേ നീ പ്രാർത്ഥിക്കണം എന്റെ ആത്മാവിന് വേണ്ടി. ചത്തു ചെല്ലുമ്പോ കർത്താവിന് എന്നോട് ദേഷ്യം തോന്നാതിരിക്കാൻ നീ പ്രാർത്ഥിക്കത്തില്ലോടി എന്റെ പൊന്നാര പെമ്പിളെ? വന്നേ. മോളെ, എന്റെ ഇച്ചായനെ കൊല്ലരുത്. ഇങ്ങനെ ഓരോന്ന് വന്നുപെടുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മച്ചി? ഇച്ചായനെ തൂക്കാൻ വിധിക്കോ മോളെ? മനോനില തെറ്റിയ അവസ്ഥയിൽ ചെയ്തതാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റും. അങ്ങനെയാവുമ്പോ ആദ്യം ചികിത്സിക്കാൻ വിധിക്കും. ഇച്ചായനെ വേദനിപ്പിക്കരുത് മോളെ. അമ്മച്ചി ഇങ്ങനെ വിഷമിക്കരുത്. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ അമ്മച്ചി ഞാനുമൊക്കെ വിശ്വസിക്കുന്ന കർത്താവിന്റെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ബോബന്റെ അപ്പച്ചൻ പറഞ്ഞതുപോലെ അമ്മച്ചി പ്രാർത്ഥിക്കും. എന്റെ മാതാവേ, നീ എന്തിനാ ഇക്കാര്യത്തിൽ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? മോനെ തിരിച്ചിട്ടാൻ വേണ്ടി എന്നാലാവുന്നൊക്കെ ഞാൻ ചെയ്തല്ലേ? എന്നാ ചെയ്തെന്നാ? ഞാൻ എഴുതി തന്ന ആദ്യത്തെ ചെക്ക് മറ്റവക്ക് കൊടുത്ത് ആ തമ്പിയുടെ മുന്നിൽ വാക്ക് തെറ്റിച്ചതാണോ റിച്ച് ചെയ്ത മഹത്തായ കാര്യം? അന്നായിരുന്നെങ്കിൽ മോനിപ്പൊ ഈ വീട്ടിൽ ഉണ്ടാവുമായിരുന്നു. ഞാൻ ഒരു മറ്റവർക്കും ചെക്ക് കൊടുത്തിട്ടില്ല. ഇനി അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പിടിച്ചിരുത്തി വാങ്ങാത്തത് നിന്റെ അനിയത്തി പെട്ടവൻ ചുവന്ന് അവൾ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. റിച്ചി വേണ്ട, വയ്യാതിരിക്കാൻ ഞാൻ. നീ കൊടുത്തത് നീ തന്നെ വാങ്ങിച്ചാ മതി. മോന്റെ കാര്യം പറയുമ്പോ വിഷയം മാറ്റി അങ്ങും ഇങ്ങും പോണ്ട. 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ ആ തമ്പി കാണാതെ പിന്തുടർന്ന് മോനെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം കണ്ടുപിടിക്കാൻ. അതെങ്ങനെയാ? അതിനൊക്കെ ആണത്തെ ചങ്കൂറ്റം വേണം. അതെ, ഈ പറഞ്ഞ രണ്ടും ഇല്ലാത്തവനാ ഞാൻ. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും നിന്നെ സഹിച്ച് അടിമയെ പോലെ ഇവിടെ കഴിയുന്നേ. ആര് പറഞ്ഞു സഹിക്കാൻ? ഞാൻ പറഞ്ഞോ? എനിക്ക് ആരുടെ സഹതാപൊന്നും വേണ്ട. മരിക്കുമ്പോ അന്തസ്സായി മരിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാ ചികിത്സ പോലും വേണ്ടാന്ന് വെച്ചത്. അത് ഈ ലോകത്തിൽ ടീനയ്ക്ക് മാത്രം കഴിയുന്ന കാര്യ. അടിമയെ പോലെ കഴിഞ്ഞു പോലും വേണ്ട. ഇതാ ഈ നിമിഷം റിച്ചിക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അടിമയ്ക്ക് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ആ, അവസാനം പുറത്തേക്കുള്ള വഴി തന്നെ നീ ചൂണ്ടിക്കാട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു തയ്യാറെടുപ്പ് പണ്ടേ ഞാൻ നടത്തിയതുവാ. പക്ഷെ നമ്മളെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകമുണ്ടായിപ്പോയി. നിന്റെ കഴുത്തി കിടക്കുന്ന താലിയല്ല, നീ പ്രസവിച്ച കുഞ്ഞ്. ഒന്ന് ലാളിക്കാൻ, നെഞ്ചിലേറ്റി ഓമനിക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ച എന്റെ കുഞ്ഞ്. പക്ഷെ സ്വത്തും പണവും മോഹിച്ച് ഈ ലോകത്തിൽ ഒരമ്മയും ചെയ്യാത്തൊരു കാര്യം നീ ആ കുഞ്ഞിനോട് ചെയ്തു. മുലപ്പാലിന്റെ രുചി പോലും അറിയുന്നതിന് മുമ്പ് അവനെ നീ അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നെയും ബോബനെ ഒരുപോലെ തോപ്പിക്കാൻ. പക്ഷെ തോറ്റത് നീ തന്നെയാ. ഇനി ഒരിക്കലും ജയിച്ചു കയറാൻ പറ്റാത്ത തോൽവി. ടീന തോൽക്കത്തില്ല, ഒരു കാലത്തും തോൽക്കത്തില്ല. യുദ്ധത്തിൽ മരിക്കുന്നതിന് വീരമൃത്യു എന്നാ പറയുന്നത്, അല്ലാതെ തോൽവി എന്നല്ല. ആയിക്കോ, ഈ അവസ്ഥയിലും അഹങ്കാരത്തിന്റെ പല്ലും നഖവും കൊമ്പും ഒക്കെ മൂർച്ച കൂട്ടി എല്ലാവരെയും ആക്രമിക്കാൻ ഒരുങ്ങിക്കോ നീ. അവസാനം കർത്താവിന്റെ വിധി നടത്തിപ്പുന്ന ഒരു ആക്രമണം വരുമ്പോ
ഈ പല്ല് നഖവും കൊണ്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല. ടീന, എന്താ എന്താ ടീന? ടീന, 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 ടീന.